നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 42 ദിവസങ്ങളോളമായിരിക്കുന്നു. ഈ 42 ദിവസങ്ങൾക്കിടയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനോടും CPM-നോടും കൂറുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഒന്നും മാറ്റാൻ UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ സൂചനയാണ് പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ജയിലിൽ കിടക്കുന്ന 26 പേരിൽ ഒരാൾക്ക് ജാമ്യം, SFI പ്രവർത്തകനായ വിജയ് വിമലിന് ജാമ്യം കിട്ടി. അതിനുശേഷം 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയത്. ഇയാൾക്ക് ജാമ്യം നൽകിയിട്ടുള്ള ഉത്തരവിൽ കോടതി തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ വാദത്തെ എതിർത്തിട്ടില്ല, ഇയാൾക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്തിട്ടില്ല, അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇയാളെ ഇനി കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കോടതി ജാമ്യം നൽകുന്നത് എന്ന് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരിയുടെ പേര് ഉയർന്നു വന്നത്. ആരാണ് ഗീനാകുമാരി? ഗീനാകുമാരി പക്ക CPM-കാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള ഒരു നീക്കം തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇതൊക്കെ സർക്കാർ മുൻകൂട്ടി കാണണമായിരുന്നു. മുൻപ് ആര്യ രാജേന്ദ്രൻ യദു എന്ന KSRTC ഡ്രൈവറെ തടഞ്ഞു നിർത്തി പട്ടിഷോ കാണിച്ച സംഭവത്തിലും ഇവരായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനക്കേസിലും ഇവരായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. അങ്ങനെ സർക്കാരിനും പാർട്ടിക്കും എതിരെ ശബ്ദിക്കുന്നവരെയൊക്കെ ജാമ്യം നിഷേധിക്കാനായി ഇവർ കളിച്ച കളി ചില്ലറയൊന്നുമല്ല. DNA ന്യൂസിൽ കലാമണ്ഡലം സത്യഭാമ നൽകിയ ഒരു അഭിമുഖത്തിനിടയിൽ ഏതോ ഒരു നൃത്താധ്യാപകനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയെന്നതിൻ്റെ പേരിൽ ഒരു പരാതി ഞങ്ങൾക്കെതിരെ നൽകിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് ജാമ്യം നൽകാതിരിക്കാനായി കോടതിയിൽ ഘോരഘോരം വാദിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ഗീനാകുമാരി. ആ ഗീനാകുമാരിയെ ഒക്കെ ഈ 42 ദിവസം വീണ്ടും ഇതേ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചെങ്കിൽ അത് ഈ UDF സർക്കാരിൻ്റെ കഴിവുകേട് തന്നെയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യത്തിന് വഴിയൊരുക്കി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത് പോലീസിന്റെ നിലപാടുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയ കേസിലെ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം നൽകാതിരിക്കാൻ 13 കാരണങ്ങളാണ് മ്യൂസിയം SHO R പ്രശാന്ത് കോടതിയിൽ നിരത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായ നിലപാടാണ് പബ്ലിക് പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി കോടതിയിൽ സ്വീകരിച്ചത്. CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസിൽ ഇടത് സംഘടനാ നേതാവ് കൂടിയായ പബ്ലിക് പ്രോസിക്യൂട്ടർ രാഷ്ട്രീയം കളിച്ചെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. അത് സംശയമല്ല, അത് യാഥാർത്ഥ്യമാണ്. പോലീസിൻ്റെത് സംശയം മാത്രമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ED ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും CRPF ഉദ്യോഗസ്ഥരെയും സംഘം ചേർന്ന് ആക്രമിച്ചതിൻ്റെ ഗുരുതരമായിട്ടുള്ള സ്വഭാവം വിശദീകരിച്ചും കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പിടിച്ചെടുക്കേണ്ടതുണ്ടെന്നും മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആക്രമണത്തിന് ഉപയോഗിച്ചെന്ന് പറയുന്ന വടി മാത്രമാണ് കണ്ടെത്താനുള്ളതെന്നും അതിനായി കൂടുതൽ കസ്റ്റഡി ആവശ്യമില്ലെന്നും ഗീനാകുമാരി ചൂണ്ടിക്കാട്ടി. ഇത് കണക്കിലെടുത്താണ് ജില്ലാ കോടതി 9ാം പ്രതിയായ ഹരീഷിന് ജാമ്യം അനുവദിച്ചത്. മുമ്പ് പ്രതിയുടെ ജാമ്യം തള്ളിയ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതേ റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചത്. അവിടെ ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇക്കാര്യങ്ങളിലൂന്നിയാണ് അന്ന് വാദിച്ചതും. PSC വഴി നിയമിക്കപ്പെട്ട അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസിന്റെ വാദങ്ങൾ ശക്തമായി ഉന്നയിച്ച് ജാമ്യം തടയുകയാണെന്ന് ചെയ്തത്. LDF സർക്കാർ രാഷ്ട്രീയ താൽപര്യത്തോടെ ജില്ലാ കോടതിയിൽ നിയമിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസിനോടൊപ്പം നിന്നിട്ടില്ല. അതായത് ഈ ഗീനാകുമാരി പബ്ലിക് പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്ന് UDF സർക്കാർ വരും ദിവസങ്ങളിൽ ഇവരെ മാറ്റാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ UDF സർക്കാർ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള കാര്യം ഗീനാകുമാരിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിക്ക് ജാമ്യം കിട്ടാനായി ദുർബലമായിട്ടുള്ള വാദങ്ങൾ അവർ ഉന്നയിച്ചത്. ഇപ്പോൾ കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന മ്യൂസിയം SHO R പ്രശാന്ത് പോലീസിലെ ഇടതുപക്ഷ അനുകൂല സംഘടനയിലെ മുതിർന്ന നേതാവാണ്. ഈ പ്രതിസ്ഥാനത്ത് CPM നേതാക്കളാണെങ്കിൽ കൂടി അദ്ദേഹം അവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് നീതിയുക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മ്യൂസിയം SHO R പ്രശാന്ത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. അവിടെയാണ് ഈ ഗീനാകുമാരിയെ പോലെയുള്ള ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവ് ഇത്തരത്തിലൊരു തിരിമറി അവിടെ കോടതിയിൽ കാണിച്ചിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വകുപ്പും ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഹരീഷ് കുമാറിൻ്റെ മേൽക്ക് ചുമത്തിയിരുന്നു. ഈ വകുപ്പുള്ള കേസുകളിൽ ജാമ്യം അനുവദിക്കുമ്പോൾ നശിപ്പിക്കപ്പെട്ട പൊതുമുതലിൻ്റെ മൂല്യം കെട്ടിവെക്കണമെന്നാണ് ചട്ടം. ഈ തുക പ്രതികൾ വീതിച്ച് കെട്ടിവെക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ തുക കെട്ടിവെക്കാതെയാണ് ഹരീഷ് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇക്കാര്യം പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഉന്നയിച്ചില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്.
ഇതടക്കം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണ് പോലീസ്. അതുപോലെ ഈ ഗീനാകുമാരിയെക്കുറിച്ച് പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്. ഇവർ മുമ്പ് ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദിക്കാനെത്തിയപ്പോൾ ഇവരുടെ എതിർഭാഗത്തുള്ള വക്കീൽ പരസ്യമായി കോടതിയിൽ പറഞ്ഞെന്ന്, അതായത് ഈ സ്ത്രീയാണ് മറുഭാഗത്തുള്ളതെങ്കിൽ എനിക്ക് വാദിക്കാൻ താല്പര്യമില്ല എന്ന് നിയമരംഗത്ത് തന്നെയുള്ള ചിലർ പറഞ്ഞു കേട്ടൊരു അറിവാണ്. കാരണം അത്രയ്ക്ക് ഒരു നീതിയുക്തമായി പ്രവർത്തിക്കാത്ത വിട്ടിത്തരങ്ങൾ മാത്രം വിളമ്പുന്ന അഭിഭാഷകയാണ് ഈ ഗീനാകുമാരി എന്നുള്ളതാണ്. എന്തായാലും ഇവരെയൊക്കെ പൊതുജനങ്ങളൊന്ന് നോക്കി വെച്ചുകൊള്ളണം. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവരൊക്കെ ഒരു വക്കീൽ ഓഫീസൊക്കെ ഇട്ട എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ അറിയാതെയാണെങ്കിലും നിങ്ങളൊന്നും ഇവരുടെ അടുത്ത് ഒരു സേവനത്തിന് വേണ്ടി പോകരുത്. ഇവരൊക്കെ ഒത്തുകളിക്കും. ഇവരൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളായി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. അവരാണ് ഇതുപോലെയുള്ള നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം, മാറ്റി നിർത്തുക തന്നെ വേണം. എന്തായാലും ഈ 9-ാം പ്രതിക്ക് ജാമ്യം കിട്ടിയത് സർക്കാരിൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ്. പക്ഷേ ED ഉദ്യോഗസ്ഥർ 9-ാം പ്രതിക്ക് ജാമ്യം കിട്ടിയതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.